كفاني علم ربي من سؤالي. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ചികിത്സാ അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതുമൂലം ഉണ്ടാകുന്ന കുടുംബത്തിലെ അസ്വസ്ഥതകളും തലാഖിൽ വരെ പരസ്പരം വേർപിരിയുന്ന സാഹചര്യത്തിൽ വരെ എത്തിപ്പെടുന്ന അവരുടെ തമ്മിലുള്ള അകൽച്ചയും വിരോധവും വെറുപ്പും വൈശാചികമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ സംഭവിക്കുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല. വളരെ സർവ്വസാധാരണമായി അത്തരം അനുഭവങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ അതിലെ ശരിയായ വസ്തുത ആളുകൾ തിരിച്ചറിയാതെ അവരെ നിരവധി ഉപദേശങ്ങൾക്കും കൗൺസിലിങ്ങിനും അതുപോലെ തന്നെ സന്ധി സംഭാഷണങ്ങൾക്കും യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾക്കും വിധേയമാക്കുകയും അതിലെല്ലാം പരാജയപ്പെടുകയും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരവും സങ്കീർണവും ഗൗരവമായി തുടരുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അതിൽ ഇടപെടുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് പ്രശ്നങ്ങൾ ലളിതമാണ്, ഗൗരവമായി എടുക്കേണ്ട വിഷയങ്ങളില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ, അതൊരു പ്രശ്നമായി കണക്കാക്കേണ്ടത് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴല്ല. ചിലപ്പോൾ ബോധ്യപ്പെടുന്നു, വീണ്ടും പിറ്റേ ദിവസം നോക്കുമ്പോൾ അതേക്കാൾ വലിയ പ്രശ്നങ്ങളുമായി അവർ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളെ റുഖിയ ശർഇയ്യ ചികിത്സയിലൂടെ ലളിതമായി പരിഹരിക്കാൻ കഴിയും. അങ്ങനെ പരിഹരിച്ച നിരവധി അനുഭവങ്ങൾ റുഖിയയ്ക്ക് വിധേയമാകുന്നതിലൂടെ അവരുടെ മനസ്സ് സ്വസ്ഥമാവുകയും അവരുടെ പ്രശ്നങ്ങളൊന്നുമല്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ശാന്തമായ മനസ്സോടുകൂടി അവർ വീണ്ടും സന്തോഷത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഈ രംഗത്തുണ്ട്. ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാന കാരണം അവിടെ പൈശാചികതയാണ്. ആ പൈശാചികതയ്ക്ക് വിവിധ മുഖങ്ങളുണ്ട്, വിവിധ കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അവർ താമസിക്കുന്ന വീടിന്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂടോത്രക്കാരന്റെ കൂടോത്രം മൂലം ആകാം, കണ്ണേർ മൂലമാകാം. അങ്ങനെ ഒരു പിശാചിന് ഒരു കുടുംബത്തിൽ ഇടപെടാൻ കഴിയുന്ന മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. ഒരു സഹോദരിയുമായിട്ട് ആ സഹോദരിയുടെ ബന്ധുക്കൾ വന്നു. ഭർത്താവുമായിട്ടുള്ള അതിശക്തമായ വിയോജിപ്പുകളും മറ്റുമാണ്. തലാഖിന്റെ വക്കിലാണുള്ളത്, ഭർത്താവ് ഗൾഫിലാണ്. അദ്ദേഹം അവിടെ മഹല്ലില് തലാഖ് കൊടുക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലുമാണ്. നാട്ടിൽ വന്നാൽ ഉടനെ തന്നെ പെൺകുട്ടിയെ ഒഴിവാക്കണം, ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. പല വിധത്തിലുള്ള പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടു. പെൺകുട്ടിയും അങ്ങനെ തന്നെ, ഇനി ആ ബന്ധം വേണ്ട, സമാധാനമില്ല, സമാധാനത്തോട് ജീവിക്കണമെങ്കിൽ വേർപിരിഞ്ഞേ പറ്റൂ എന്ന നിലപാടിലാണ്. അങ്ങനെ ഈ പെൺകുട്ടിയെ മന്ത്രിക്കാൻ തീരുമാനിച്ചു. ഇത്തരം സംഭവങ്ങളെ സാധാരണയാണ് ഇരുവരെ ഇരുത്തിയാണ് മന്ത്രിക്കുന്നത്. പക്ഷെ നിലവില് ഭർത്താവ് നാട്ടിലില്ലാത്തത് കൊണ്ട് മുമ്പിലുള്ള ആളിനെ മന്ത്രിച്ചുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിച്ചു നോക്കാം എന്ന നിലയ്ക്കാണ് ഞാൻ മന്ത്രിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ മന്ത്രം കഴിഞ്ഞു.
അവര് വീട്ടിലേക്ക് പോയി. എന്നാൽ പിറ്റേന്ന് എന്റെ മുമ്പിലേക്ക് വരുന്നത് ഈ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഭർത്താവും കൂടിയാണ്. ബന്ധുക്കൾ കൊണ്ട്. അപ്പൊ ഗൾഫിലായിരുന്ന ഭർത്താവ് പെട്ടെന്ന് നാട്ടിലെത്തിയതാണ്. എത്താൻ നമ്മളിവിടെ തലേ ദിവസം മന്ത്രം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഗൾഫിൽ വെച്ചുണ്ടായി. ചെറിയൊരു ആക്സിഡന്റ്. റൂമില് ഒരു ഗ്ലാസ് പൊട്ടി കൈയൊക്കെ മുറിഞ്ഞു. അപ്പൊ അതിനുശേഷം പുള്ളിക്ക് നാട്ടിലേക്ക് പൊക്കളയാം, ഇതുമായിട്ടിവിടെ നിൽക്കേണ്ട എന്ന ഒരു മനോഭാവം ഉണ്ടാകുകയും പെട്ടെന്ന് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറി വരികയും ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ കരുതുന്നു ആ ഒരു വരവ്, നാട്ടിലേക്ക് വരാനുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം ഇവിടെ നമ്മൾ നടത്തിയ മന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരിക്കും എന്ന് കരുതുന്നു. അല്ലാഹു അലം. ഏതായാലും നാട്ടിൽ അദ്ദേഹം എത്തിയ സ്ഥിതിക്ക് ബന്ധുക്കൾ തന്നെ അദ്ദേഹത്തിനെയും കൂടി നിർബന്ധിച്ച് ഏതായാലും ഈ ഖുർആനികമായ ചികിത്സ തുടങ്ങിയ സ്ഥിതിക്ക് അതും കൂടി ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ നിലപാടുകളിലേക്ക് നിങ്ങൾ പൊക്കിയോ, ഇതും കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് എന്ന തീരുമാനത്തിൽ അദ്ദേഹം ലാസ്റ്റ് ഘട്ടം എന്ന നിലയിൽ സഹകരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി വന്നു മന്ത്രിക്കാൻ വേണ്ടി. അവര് എന്റെ മുമ്പിൽ അന്ന് പിന്നെ ഒരു ബെഞ്ചാണുള്ളത്. ആ ബെഞ്ചിൽ രണ്ടുപേരും ഇരിക്കാൻ പറഞ്ഞു. രണ്ടുപേരും ഇരുന്നു. പക്ഷേ ഒരാള് അങ്ങേയറ്റം, ഒരാൾ ഇങ്ങേയറ്റം അകന്നാണ് ഇരിക്കുന്നത്. ഞാൻ അവരെ അടുപ്പിച്ചിരിക്കാൻ വേണ്ടി ശ്രമം നടത്തി നോക്കി. നിങ്ങൾ അടുത്തിരിക്കൂ, ഞാനൊന്ന് മന്ത്രിക്കട്ടെ എന്ന് പറയുമ്പോൾ രണ്ടുപേരും അതിന് തയ്യാറല്ല. രണ്ടുപേരും വളരെ എത്ര അകന്നിരിക്കാൻ പറ്റുമോ അത്രയും അകന്നാണ് ഇരിക്കുന്നത്. എന്നാ പിന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഇരിക്കില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തില് ഞാൻ അകന്നിരിക്കുന്ന അവസ്ഥയിൽ തന്നെ മന്ത്രം തുടങ്ങി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പയ്യന് ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് സ്വമേധയാ ചേർന്നിരുന്നു. പെൺകുട്ടി നിസ്സഹരണം കാണിച്ചില്ല, ചേർന്നിരുന്നു എന്ന് മാത്രമല്ല, ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ തോളിലേക്ക് അദ്ദേഹത്തിന്റെ കൈ ഇട്ടു. മന്ത്രം കഴിഞ്ഞ് അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ നിലവിലെ അവസ്ഥ? അവർ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സൊക്കെ ഒന്ന് സ്വസ്ഥമായി. നമ്മൾ എടുത്ത നിലപാടുകൾ വളരെ ഗുരുതരവും അപകടകരവും നമ്മുടെ മക്കൾക്ക് ഭാവി ജീവിതത്തിന് വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നതുമാണ് എന്ന് അവരുടെ പ്രശ്നങ്ങളുടെ ഗുരുതരാവസ്ഥ, അവരെടുത്ത നിലപാടുകളുടെ സങ്കീർണത അവർക്ക് ബോധ്യപ്പെടുകയാണ്, സ്വമേധയാ ബോധ്യപ്പെടുകയാണ്. രണ്ടുപേരുടെ മനസ്സ് സ്വസ്ഥവും ശാന്തവുമായി. എന്തോ ഒരു ഭാരം ഒഴിഞ്ഞതുപോലെയുള്ള മാനസികാവസ്ഥ. ഇത്തരം നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ അനുഭവ വിശദീകരണത്തിന്റെ കൂട്ടത്തിൽ സൗകര്യം പോലെ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയെത്ര ഫാമിലികളാണ് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ചെറിയ ചെറിയ വിഷയങ്ങളുടെയും പേരിൽ അതിനെയൊക്കെ ഗുരുതരമായി കാണുകയോ അല്ലെങ്കിൽ എപ്പോഴും വിയോജിപ്പിന്റെ, അകൽച്ചയുടെ, വെറുപ്പിന്റെ മനോഭാവങ്ങൾ ഉടലെടുക്കുകയും അങ്ങനെ തൻ്റെ മക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിഷമത്തിലും പ്രയാസത്തിലും ആക്കിക്കൊണ്ട് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത്. പിരിഞ്ഞതിന് ശേഷം പലരും ഖേദിക്കാറുണ്ട്, എന്തിനാണ് പിരിഞ്ഞത്? എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾ നല്ല സ്നേഹമുള്ളവളായിരുന്നു, ഞാൻ എന്തിനു പിരിഞ്ഞു? എൻ്റെ ഭർത്താവിന് നല്ല സ്നേഹമുണ്ടായിരുന്നു, പിന്നെ എന്തിനു പിരിഞ്ഞു എന്ന് അവർ തന്നെ സ്വയം ചോദിക്കുന്ന വിധം. എന്താണ് നമ്മളുടെ പ്രശ്നങ്ങൾ? യോജിച്ചു പോകാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥ.
പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾക്ക് സാക്ഷികളാണ് നമ്മളുടെ കുടുംബത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ പലരും. നമുക്കും മറ്റു പലർക്കുമുള്ള ഇത്തരം അനുഭവങ്ങളെ നമ്മൾ നിസ്സാരമായി കാണാതെ അതിൻ്റെ ഒരു പരിഹാര മാർഗം ഖുർആനികമായ ചികിത്സയാണെന്ന അവബോധം നമ്മൾക്കുണ്ടാവുകയും മറ്റുള്ളവരിലേക്ക് അത് പകരുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല നമുക്ക് ഖുർആനികമായ ചികിത്സയിലൂടെ ഇത്തരം ധാരാളം ആളുകളെ സഹായിക്കാനും സന്തുഷ്ടമായ കുടുംബജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്താനും സാധിക്കും. ഇത്തരം അനുഭവങ്ങൾ അത് നമുക്ക് പാഠമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ സുഖവും സന്തോഷവും ആഹ്ലാദവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സന്തുഷ്ടമായ കുടുംബമായി മാതൃകാ ജീവിതം നയിക്കുന്ന ഫാമിലികളായി നമ്മളെ അള്ളാഹു ഉയർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. كفاني علم ربي من سؤال